പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 10-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ അതിശയകരമായി നമ്മെ പരിപാലിച്ചു. അനുഭവിച്ച സകല നന്മകൾക്കും ദാനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 33-ാം സങ്കീർത്തനം 18-ാം വാക്യം. സാംസ് 33 വേഴ്സ് 18 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ ദൃഷ്ടി, തന്റെ നോട്ടം, തന്റെ ശ്രദ്ധ തന്റെ ഭക്തന്മാരുടെ മേൽ വെച്ചിരിക്കുന്നു. മാത്രമല്ല, ആരൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയ, കടാക്ഷം ആഗ്രഹിക്കുന്നുവോ, കാത്തിരിക്കുന്നുവോ, അവരുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ, ദൃഷ്ടി, കടാക്ഷം ഉണ്ടായിരിക്കും. പ്രിയ ദൈവമക്കളെ, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഇന്ന ആൾ എന്നെ കരുതും, ഇന്ന വ്യക്തിയുമായി എൻ്റെ ബന്ധം വർഷങ്ങൾ പഴക്കമേറിയതാണ്, ആ കുടുംബവുമായി എൻ്റെ ബന്ധം ദൃഢമാണ്, നിശ്ചയമായും എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ഒരാവശ്യം, ഒരാപത്ത്, ഒരു സാഹചര്യം വരുമ്പോൾ അവർ എന്നെ കരുതും. ഇത് ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഈ ചിന്തകൾ, ഈ കരുതലുകൾ അപ്പാടെ പോയിരിക്കുന്നു. കാരണം മനുഷ്യൻ ബന്ധങ്ങളെക്കാൾ ഉപരിയായി പണത്തിന് വില കൽപ്പിക്കുന്നു. ബന്ധങ്ങളൊക്കെ താഴേക്കിടയിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. അങ്ങനെ സകല ആശകളും നഷ്ടപ്പെട്ട് പ്രതീക്ഷകളും പോയിരിക്കുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരുന്ന സമയങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ആട്ടിപ്പായിച്ചപ്പോൾ, രക്തബന്ധങ്ങൾ ഒരു ദയയും നമ്മോട് കാണിക്കാതെ ഇരുന്നപ്പോൾ, നാം പ്രതീക്ഷിച്ച, നാം ആശ്രയിച്ച പലരും നമ്മളെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോയപ്പോൾ, സ്വർഗത്തിലെ ദൈവമാണ് എന്നെയും നിങ്ങളെയും പരിപാലിച്ചതും നടത്തിയതും നമ്മോട്, നമ്മുടെ കുടുംബത്തോട് ദയ തോന്നിയത്. ആ ദൈവം ഇന്നും നടത്തുവാൻ വിശ്വസ്തനാ. പക്ഷേ ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഭക്തനായി, ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ആര് കരുതിയില്ലെങ്കിലും, ആര് കടാക്ഷിച്ചില്ലെങ്കിലും, ആര് ദയ തോന്നിയില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നമ്മോട് ദയ തോന്നും. സ്വർഗത്തിലെ ദൈവം നമ്മെ കടാക്ഷിക്കും. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരാവശ്യം, കുടുംബത്തിനൊരാവശ്യം, ആരോഗ്യപരമായി, സാമ്പത്തികപരമായി, നിലനിൽപ്പിന്റെ ചില വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആരും നമ്മളെ കരുതിയില്ലെങ്കിലും ദൈവം തക്ക സമയത്ത് കരുതുന്നവനാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവിന് വലിയ സാക്ഷ്യമാണ് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്. ആഹാബ് രാജാവിന്റെ അടുക്കൽ വളരെ ശക്തമായ ദൂത് ദൈവം പറഞ്ഞത് പറഞ്ഞു. പക്ഷെ പിന്നീടുള്ള കാര്യം ഏലിയാവ് ചിന്തിച്ചില്ല. സ്വർഗത്തിലെ ദൈവം ഏലിയാവിന് വേണ്ടി കരുതി.
അതെ, കരീത് തോട്ടിൽ വേണ്ടത് അവിടെ കരുതി. ഹല്ലേലൂയ. മാത്രമല്ല, കരീത് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നപ്പോൾ ദൈവം സാരേഫാത്തിൽ അവിടെ കരുതി. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മുടെ ചുവടുകൾ മുൻപോട്ട് വെക്കാം. ചില വിഷയത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. അതെ, ദൈവഭക്തനായിരിക്കുന്ന, തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരുടെ മേൽ ദയ തോന്നുന്ന, ദൃഷ്ടി വെച്ച് വേണ്ടത് നൽകുന്ന ഈ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, നിങ്ങളുടെ ആവശ്യങ്ങളെയും സ്വർഗം അറിഞ്ഞ് മാനിച്ച് കരം പിടിച്ച് അനുഗ്രഹത്തോടെ നടത്തട്ടെ. അങ്ങനെ ദൈവകൃപയാൽ നിറച്ച് സ്വർഗീയ കൃപ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോവുക. നമ്മൾ പ്രതീക്ഷിച്ചവരാരും നമ്മളെ കരുതിയെന്ന് വരികയില്ല. നമ്മളൊരു പക്ഷേ ആവശ്യപ്പെട്ട ആരും നമ്മുടെ ആവശ്യം പരിഗണിച്ചു എന്നും വരികയില്ല. അതിനകത്തിൽ ഒരു പരിഭവവും തോന്നണ്ട. കാരണം സ്വർഗത്തിലെ ദൈവം കരുതുവാൻ മതിയായവനാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, പരിപൂർണമായി സമർപ്പിക്കാം. ആ സ്വർഗത്തിലെ ദൈവം നമ്മെ കാക്കട്ടെ, പരിപാലിക്കട്ടെ. സ്വർഗീയ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മളെ പരിപാലിച്ച് ദൈവകൃപയോടെ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയുടെ അന്ത്യയിലേക്ക് ഞങ്ങളെ നടത്തി എത്തിച്ചല്ലോ. ഒരാഴ്ച വട്ടമായിരിക്കുന്ന ഞങ്ങൾ പരിപാലിച്ചല്ലോ. ഞങ്ങളുടെ ഗമന ആഗമനങ്ങളെ ഒക്കെ തമ്പുരാൻ നടത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കാത്തതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തുതിക്കുന്നു. യഹോവയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. അങ്ങയിൽ പ്രത്യാശ വെക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗീയ ദയ പകരുന്നതിനായി സ്തോത്രം. അപ്പാ, ആ വചനപ്രകാരം ഞങ്ങളുടെ മേൽ സ്വർഗീയ ദയ പകർന്ന് ദൃഷ്ടി വെച്ച് അനുഗ്രഹത്തോടെ നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അപ്പൻ ഏറ്റെടുക്കണമേ. സ്വർഗീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ ഇത് കേട്ടതുപോലെ യഹോവ ഭക്തനായിരുന്ന ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുവാനും തന്നിൽ പ്രത്യാശിക്കുന്നവരുടെ മേൽ ദയ തോന്നുവാനും സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ആ ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ നിന്ന് നമ്മെ തൃക്കൺ പാർത്ത് ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ അതാതിടങ്ങളിൽ പരിപാലിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.